പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നതിൽ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും എതിർപ്പുകൾ പുകയുകയാണ്. ഉടൻ തന്നെ MLA സ്ഥാനം ഉൾപ്പെടെ തന്നെ രാജിവെക്കണമെന്ന വിമർശനമാണ് ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ CPM-നുള്ളിൽ വിമർശനം കടുപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകാൻ യോഗ്യനല്ല എന്നും MLA സ്ഥാനം രാജിവെക്കണമെന്നും CPM പാറശാല ഏരിയ സെക്രട്ടറി S. അജയ്കുമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലായിരുന്നു ഈ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയനെ അവിടെ വലിയ രീതിയിൽ പിണറായി വിജയനെ ആസ്പദമാക്കി പുറത്തിറക്കിയ വിവാദ ഗാനത്തിന്റെ സംഘാടക സമിതി ചെയർമാനായിരുന്നു ഈ വ്യക്തി എന്ന് അല്ലെങ്കിൽ S. അജയ്കുമാർ എന്നതും ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തന്നെ പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അവിടെ കീഴ്ഘടകങ്ങളിൽ നിന്ന് വ്യാപക വിമർശനങ്ങൾക്ക് ഇപ്പോൾ വിധേയരാവുകയാണ്. പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, പിണറായി വിജയൻ, MV ഗോവിന്ദൻ എന്നിവർ നടപ്പാക്കിയ ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ പാർട്ടിക്ക് തിരിച്ചടിയായതാണ് ഈ യോഗത്തിൽ വലിയ വിമർശനം ഉയരാൻ കാരണമായിരിക്കുന്നത്. നേതൃത്വം പറയുന്നത് അതേപടി തന്നെ നടപ്പാക്കുന്ന തൊഴിലാളികളായി തന്നെ മാത്രമാണ് പാർട്ടി സഖാക്കൾ മാറുന്നതെന്ന കടുത്ത വിമർശനവും യോഗത്തിൽ ഉയർന്നതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. തിരഞ്ഞെടുപ്പ് ഇവിടെ തോൽവിക്ക് പിന്നാലെ തന്നെ CPM-നുള്ളിലെ അസന്തോഷം പരസ്യ വിമർശനങ്ങളിലേക്ക് നീങ്ങുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായ A. വിജയരാഘവനും പിണറായി വിജയനും MV ഗോവിന്ദനും നടപ്പാക്കിയ ചില കാര്യങ്ങൾ പാർട്ടിക്ക് ദോഷകരമായി തന്നെയാണ് ഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും നേതൃത്വം ഇവരെ മാറ്റാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയൻ പറയുന്നതെല്ലാം അതേപടി ചെയ്യാനുള്ള തൊഴിലാളികളായി മാറിയിരിക്കുകയാണ് പാർട്ടി സഹാക്കൾ എന്ന വിമർശനമാണ്, കടുത്ത ഭാഷയിലെ വിമർശനമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്ന് നിൽക്കുകയും ന്യൂനപക്ഷങ്ങളെ അകറ്റുകയും ചെയ്തിട്ടുള്ള പ്രസ്താവന തെറ്റായിപ്പോയി എന്നും കുമാരനാശാനേക്കാൾ മഹാനാണ് വെള്ളാപ്പള്ളി എന്ന് പിണറായി വിജയൻ അവിടെ പ്രസംഗിച്ചത് തെറ്റായി എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്ന വിമർശനമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന് ശേഷം എത്തിയ സംസ്ഥാന സെക്രട്ടറിമാരായ M. വിജയരാഘവനായാലും MV ഗോവിന്ദനായാലും കാര്യങ്ങൾ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പാർട്ടി അണികളെ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ നടത്തുന്ന ഭാഷാ പ്രയോഗങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുന്നതാണോ എന്നതാണ് അടൂർ ഏരിയ കമ്മിറ്റി ചോദ്യം ഉയർന്നിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഇപ്പോൾ ഇടത് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന കനത്ത പരാജയം പല കോണുകളിൽ നിന്നും ആ പാർട്ടിയെ തന്നെ ദുർബലപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് മാറുന്നത്. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അണികളും പ്രവർത്തകരും അടക്കം നേതാക്കളടക്കം പിണറായി വിജയനെതിരെ നിന്നുകൊണ്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ശബ്ദമുയർത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെ ഈ ഒരു അവസരത്തിൽ കാണാൻ സാധിക്കുകയാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന കടുത്ത വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. എന്നാൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പിണറായി വിജയനേക്കാൾ യോഗ്യനായ മറ്റൊരു നേതാവ് ഇല്ല എന്ന ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി കണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിഭിന്നമായി തന്നെ അല്ലെങ്കിൽ വിപരീതമായി ഇപ്പോൾ CPM-ലും കടുത്ത രീതിയിലുള്ള തല്ലും വഴക്കും അടിയും ഒക്കെ നടക്കുന്നു, അല്ലെങ്കിൽ കടുത്ത വിമർശനങ്ങളടക്കം പുകയുന്നു എന്നതാണ് ഈ ഒരു വാർത്തയിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.